ഫ്രണ്ടിലേക്ക് താഴേക്ക് ഇറങ്ങി നിന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണമെങ്കിൽ മീഡിയാസ് എല്ലാവരും ഒന്ന് താഴത്തേക്ക് ഇറങ്ങി എന്നോട് സഹായിക്കാം പ്ലീസ്. എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കുക. Welcome to the stage. मोनालिसा, आपका खेला में स्वागत है. മാധ്യമങ്ങൾ താഴെ ഇറങ്ങി നിന്നാൽ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എല്ലാവരും ഒന്ന് സ്ഥാനം താഴേക്ക് ഇറങ്ങി മാധ്യമങ്ങൾ താഴെ ഇറങ്ങിയേക്കാൻ വിനീതമായി फर्स्ट टाइम कैसे केरल से फर्स्ट किसे आएंगे केरल से फर्स्ट में आएंगे ओके ओके केरल से आर्मी में क्या बोलिए वानी आज मोनालिसा जी देखिए पहली बार मेरे साथ हवाई यात्रा कर रही हैं इंदौर से केरला के लिए एक इवेंट में जा रहे हैं हम लोग। और क्या बताएगा था आपको हवाई जहाज में बैठने के लिए पहले? ऐसे बोल रहे थे कि हमारी समाज में कि अब बैठोगे तो खून चेक करेंगे। खून चेक करेंगे? हाँ। क्यों? तो मैं बहुत ज्यादा डर गई थी। तो अभी भी डर लग रहा है क्या? अभी तो नहीं लगा, अब नहीं डर, लेकिन चलेगा तो शायद डर लगेगा मुझे बहुत। क्या कहना चाह रहे हो जो ऑडियंस आपको देख रहा है? को मेरी तरफ से बहुत बहुत धन्यवाद। किस लिए धन्यवाद? മഹാകുംഭമേളയിലെ വൈറൽ താരമായ മൊണാലിസ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. സ്വന്തം സഹോദരനൊപ്പമാണ് കോഴിക്കോട് എത്തിയത്. കേരളത്തിൽ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും മൊണാലിസ പറയുന്നു. कैसे हो? कैसे हो? अरे मलयालम बोलता है क्या? अरे सब ठीक है ना? अभी एयरपोर्ट जा रहे हैं क्या? മൊണാലിസ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ മുന്നേ തന്നെ അത് പോസ്റ്റ് ചെയ്ത് എല്ലാവരെയും അറിയിച്ചതാണ്. ഇപ്പൊ ഇതേ വീഡിയോ കോളിലൂടെ വീണ്ടും സംസാരിച്ചിരിക്കുകയാണ്. സുഖമാണോ എന്നും ഞാൻ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുമാണ് മൊണാലിസ ബോച്ചയോട് സംസാരിക്കുന്നത്. ഈ പ്രണയദിനത്തിൽ വാലന്റൈൻ ദിന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കുംഭമേളക്കിടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മാത്രമല്ല കുംഭമേള ശ്രദ്ധിച്ച എല്ലാവരുടെയും ഹൃദയം കവർന്ന മൊണാലിസ, ഓർമ്മയില്ലേ? മൊണാലിസ എന്ന മോനി ബോസ്ലെ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മൊണാലിസ എത്തിയത്. സഹോദരനൊപ്പമാണ് മോനി എത്തിയത്. കേരളത്തിൽ വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്നും എല്ലാവരോടും നന്ദിയെന്നും മോനി ബോസ്ലെ മനോരമ ന്യൂസിനോട് പറഞ്ഞു. फर्स्ट टाइम कैसे केरल से फर्स्ट किसे आएंगे केरल से फर्स्ट में आएंगे ओके ओके केरल से आर्मी में क्या बोलिए वानी ഈ ഞാനിങ്ങനെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആലോചിക്കായിരുന്നു, ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം സ്കൂളിലൊന്നും പോകാത്തൊരു കുട്ടിയാണ്, സ്കൂളിൽ പോയിട്ടില്ല, വളരെ എന്താ പറയാ ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബം, മാല വിറ്റ് ഉപജീവനം കരുതുന്നതാണ്. പെട്ടെന്നാണ് ഒരു ഫോട്ടോ കൊണ്ട് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ജീവിതമൊക്കെ മാറുകയാണ്. ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പൊ വിജി, ഇന്നിപ്പോ എന്താ മൊണാലിസയുടെ പരിപാടി? പ്രണയദിനത്തിൽ എങ്ങനെയാണ് മോനി ബോസ്ലെ കേരളത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ്. സമയം ശരിയാണെങ്കിൽ ജീവിതം മാറി മറിയാൻ ഒരു മിനിറ്റ് മതി എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ? അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ മോനി. നമുക്കറിയാം, ഇന്ന് പ്രണയദിനത്തിൽ ഒരുപക്ഷെ കോഴിക്കോട്ടുകാർ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് മോനിയെ തന്നെയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മോനി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അവർ കോഴിക്കോട്ടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞത്. പറഞ്ഞപ്പോൾ മുതൽ തന്നെ കോഴിക്കോട്ടുകാർ അവരെ കാണാനുള്ള വലിയ കൗതുകത്തിലാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മുടെ റിപ്പോർട്ടറായ ജിത്ത് ജോണും അതോടെ തന്നെ ക്യാമറമാനായ ജയരാജും കൂടി ഇന്നലെ എയർപോർട്ടിൽ പോയി അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ആൾക്കാരെല്ലാം തന്നെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് അവരെപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. കോഴിക്കോട്ടുകാർ പ്രത്യേകിച്ചും. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്കാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടിയിൽ അവർ
പങ്കെടുക്കാൻ പോകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം ഇത് അനൗൺസ് ചെയ്തിരുന്നു, അവർ പ്രണയദിനത്തിൽ വരുന്നു എന്നുള്ളത്. പ്രണയദിനത്തിൽ ഒരുപക്ഷെ കോഴിക്കോട്ടുകാർക്ക് കിട്ടുന്ന ഒരു സുവർണ്ണ അവസരം അവരെ നേരിട്ട് കാണാൻ കഴിയുക എന്നുള്ളത്. ചാരക്കണ്ണുകളും അതോടൊപ്പം തന്നെ മനോഹരമായ ചിരിയും ഒക്കെയാണ് അവരുടേത്. അങ്ങനെയാണല്ലോ അവർ വൈറലായത്. എന്തായാലും ആ ഫേസ്ബുക്ക് പേജിലൂടെ ഇത് വന്നപ്പോൾ തന്നെ വളരെയധികം കമന്റുകൾ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. കാരണം പലതരത്തിലാണ് ആളുകൾ ചോദിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് എത്ര രൂപ കൊടുക്കും. ഏതാണ്ട് 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ബോബി ചെമ്മണ്ണൂർ അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇതിന് പിന്നാലെ വരുന്നു. മോഡലിംഗ് രംഗത്ത് അവർ വളരെ പ്രശസ്തയാകുന്നു. അതോടൊപ്പം തന്നെ ബോളിവുഡിൽ അഭിനയിക്കാൻ പോകുന്നു. അതിനുവേണ്ടി എഴുത്തും വായനയും ഒക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാല വിൽപ്പനക്കാരിയാണ് മൊണാലിസ. ഇരുണ്ട നിറവും ചാരക്കണ്ണുകളും ആരെ ആകർഷിക്കുന്ന ചിരിയുമാണ് ആ പെൺകുട്ടിയുടെ പ്രത്യേകത. കുംഭമേളയിൽ എടുത്ത ആ ഒരു ഫോട്ടോസ്, ആ ഒരു വീഡിയോസ് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ആ പെൺകുട്ടി വൈറലാവുകയും ചെയ്തു. ഇപ്പോൾ സിനിമയിലും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ മുഖം ഒരു മതനേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല, മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ്. രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കിപ്പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ബോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ് സ്റ്റാറായി. न्यूज़ 18 मोनालिसा നടത്തിയ പ്രതികരണം ഇങ്ങനെ. मोनालिसा मैं महेश्वर में रहती हूँ। कहाँ रहती हैं? एमपी से आई हैं। किस शहर से? महेश्वर से आई हैं। कितने दिनों से यहाँ पर आई हैं और किस तरह से लोग अब 15 दिन हो गए मुझे आने के लिए। 15 दिन हो गए, लेकिन वायरल तो अभी आप हुई हैं। कैसे लोगों की नजर आप पर पड़ी? मेरा मुँह छुपा के रखती थी। किसी भैया ने जैसे कि माला बेची मैंने, तो उनने चुपके से वीडियो बना लिया था। अच्छा ये बताइए कि जब आप लोगों के पास अब जब वायरल हो गई हैं, लोग आपको देखते हैं, तो अब माला आपकी खूब ज्यादा बिक रही है, क्या हो रहा है? कुछ भी नहीं बिक रहा है वीडियो की वजह से। सब बस फोटो खींचने के लिए आते, वीडियो बनाने के लिए आते, लेकिन माला रुद्राक्ष लेने के लिए नहीं आते। अच्छा ये बताइए, आप कितनी पढ़ी लिखी हैं आप? नहीं, मैं पढ़ी लिखी नहीं हूँ। बिल्कुल पढ़ी लिखी नहीं है। अच्छा बताइए कि घर में कितने लोग हैं और कौन कौन लोग हैं? मम्मी पापा आए। वो भी आए मेले में? हाँ आए। अच्छा आप लोग इसका काम करते हैं, माले का काम करते हैं? हाँ, माला रुद्राक्ष का काम। माला और रुद्राक्ष का काम करते हैं। कौन कितने माले आपने लिए, किस किस तरीके के, कितने कितने के? मोती का माला है, ये रुद्राक्ष का है, केरवे का है, अलग अलग माला है। अलग अलग माला। कितने का है माला ये? कितने रुपए से लेकर कितने रुपए तक माले हैं ये? 11,000 से लगा के नीचे तक का ये ज्यादा। 11,000 सबसे ऊपर तक का है। हाँ ऊपर तक का। तो कैसा अभी मेले में कैसा बिजनेस हो रहा है? यहाँ तो 45 जब से वीडियो बनाया तब से ऐसे ही घूम रही मैं। എന്നാൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയപ്പോൾ മൊണാലിസയുടെ കുടുംബത്തിന്റെ മാലക്കച്ചവടം പാടെ കുറഞ്ഞു.